ഹായ് ഫ്രണ്ട്സ്, അതെ, അരൂർ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണത്. അത് ഉള്ളവരെയൊക്കെ ഒപ്പിച്ചിട്ടുള്ള ഒറ്റ പോക്ക്. പക്ഷേ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 17-18 പേരോളം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വരാൻ വേണ്ടി കാത്തിരുന്നു. നമ്മൾ ഏത് ടൂർ പോയാലും ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് 2-3 പേരായിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കേണ്ടി വരും. അതെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞങ്ങൾ നേരെ യാത്ര പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ അരൂരിൽ നിന്ന് പുറപ്പെട്ട് ഈ മാടവന, കുണ്ടന്നൂർ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 മാസം മുമ്പുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ളൊരു സമയത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു മഴക്കാലമാണെന്ന് അറിയാമെന്നാലും ഒരു മഴക്കാലത്തുള്ള ചൂടുള്ളൊരു യാത്രയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങോട്ട് പോകും എന്നുള്ളൊരു പ്ലാൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തായാലും എവിടെ പോയാലും ശരി നമുക്ക് വെള്ളത്തിൽ കിടക്കണം. അതായത് ചൂടുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് നേരമെങ്കിലും വെള്ളത്തിൽ കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലത്ത് ഞങ്ങൾ എത്തി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള പാണിയേരിപ്പോർ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും കയറിപ്പോയി. ഞങ്ങൾ കുറച്ച് പേര് പയ്യാണ് പുറപ്പെട്ടത്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു 1-2 ഏകദേശം ഒരു 1.5 കിലോമീറ്ററെങ്കിലും നടപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നടക്കാനുള്ളവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് 1-2 ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജംഗിൾ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ ഒരു വീടിനോട് ചേർന്നിട്ടുള്ളൊരു വേറൊരു ഹോട്ടലുമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നല്ല ഫുഡൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നെ ഭക്ഷണം ഒരു പൊതിച്ചോറൊക്കെ ആയിട്ട് പോയതുകൊണ്ട് അതൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ ഊഞ്ഞാൽ ആടാവുന്ന സ്ഥലമുണ്ട്. അപ്പോൾ എല്ലാവരും 2-3 ഊഞ്ഞാലുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. പലരും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കൽ തിരക്കിലാണ്. നമ്മുടെ പിള്ളേർ സെറ്റാണെങ്കിൽ നേരെ ഏർമാടത്തിൽ കയറി അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഏർമാടത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഒറ്റ കൈയൊക്കെ പിടിച്ച് ഇത്തിരി റിസ്ക്കുള്ള ഒരു കയറ്റം തന്നെയാണ്. എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കൊണ്ട് ആ റിസ്ക്കൊന്നും നമ്മൾ വകവെക്കുന്നില്ല. അവിടെ കയറുന്നപ്പോൾ എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയത്. അവരിറങ്ങിക്കഴിഞ്ഞപ്പോൾ അടുത്തൊരു സെറ്റ് മേളിലേക്ക് കയറി. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടി അവിടെ നിന്ന് അടുത്തൊരു ഫോട്ടോ എടുപ്പ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നമ്മുടെ കൂട്ടുകാരൻ പറയുന്നത് ക്യാമറമാൻ ജോസ്മിനോടൊപ്പം ഇന്ന പേരെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലേഡീസ് എല്ലാവരും കൂടി അവിടെ കയറാൻ, ഏറ്റവും മേളിലേക്ക് കയറാൻ പേടിയുള്ളതുകൊണ്ട് തന്നെ അവർ താഴത്ത് നിന്നാണ് എക്സ്പ്ലോർ ചെയ്തത്. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ ഒരു മുളയുടെയൊക്കെ ഒരു എല്ലാം ഉണങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു ഇതാണ്. പക്ഷേ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ശ്രീചേട്ടനോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ 2 ഏർമാടങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ 2ാമത്തെ ഏർമാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കുളിക്കാൻ പോകുന്നൊരു സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് ക്രോസ് ആയിട്ടൊരു പാലമൊക്കെ ഉണ്ട്. പാലത്തിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളൊരു വെറുതെ ജസ്റ്റ് ഒരു നല്ലൊരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അധികം മഴയുള്ളപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ല. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി അവരുടേതായ എൻജോയ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ അധികം വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അവിടെ സെക്യൂരിറ്റിമാർ അവിടെ ഒന്ന് പറയും, ഒന്ന് കയറി പോകുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. പിന്നെ ശ്രീചേട്ടൻ അവിടെ പണി തുടങ്ങി, കല്ലുകളൊക്കെ അടുക്കി വെച്ച് കുറേ നേരം അതിൻ്റെ പണിയൊക്കെ വെച്ച് കുറേ പ്രാവശ്യം ചെയ്തതിന് ശേഷം കേട്ടോ അതുപോലെ കല്ലുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തേക്കണവർക്ക് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻപിടുത്തം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ മീനിനെ പിടിക്കുമെന്നായിരിക്കും. അതൊന്നുമില്ല, എല്ലാവരും കൂടി കുറച്ച് പൂഞ്ഞാട്ടീനെ പിടിച്ച് ആ കുപ്പിയിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്തായാലും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ എല്ലാവരും കൂടി റീൽസൊക്കെ സെറ്റ് ചെയ്യുന്നൊരു പരിപാടിയിലായിരുന്നു. അങ്ങനെ റീൽസൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുപ്പി കയറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുപ്പി കാണിച്ചിട്ട് 10 രൂപ കൊടുത്തിട്ടാണ്
കുപ്പി കയറ്റുന്നത്. അതുപോലെ തന്നെ 10 രൂപ ഈ കുപ്പി കാലിക്കുപ്പി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാക്കി 10 രൂപ ഇങ്ങനെ തിരിച്ചു തരും. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണമൊക്കെ പൊതിച്ചോറും കാര്യങ്ങളൊക്കെ അവിടെ പുറത്തു നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റുള്ള പരിപാടിയാണ്. ഞങ്ങൾ പോയിട്ട് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു. നല്ല മനോഹരമായ തടാകങ്ങളുടെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ മെയിനായിട്ടുള്ളത് ഒരു തൂക്കുപാലവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തൂക്കുപാലത്തിൽ അപ്പുറം വേറൊരു നല്ലൊരു കാഴ്ചയുണ്ട്. അപ്പോൾ അതുകൂടി ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു മനോഹരമായ കാഴ്ചയൊക്കെ ഉണ്ട്. നമ്മൾ തൂക്കുപാലത്തൂടെ ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നല്ലൊരു ഇതുണ്ട്. അപ്പോൾ വഴിയെ മനസ്സിലാക്കാം. ഈ ഒരു കായും കാര്യങ്ങളൊക്കെ ഏത് മരത്തിൻ്റെ ആണെന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അതിനുശേഷം നേരെ പാലത്തിൻ്റെ അപ്പുറത്ത് ചെല്ലാൻ നേരത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് വയനാട് മോഡൊക്കെ പോയി ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് പെഡിക്യൂർ, കാല് എങ്ങനെ ക്ലീൻ ചെയ്യിക്കാമെന്ന്. വെറുതെ ആ വെള്ളത്തിലേക്ക് കാലിട്ട് ഇരുന്നാൽ മാത്രം മതി. ആ മീനുകളൊക്കെ വന്ന് നമ്മുടെ കാലുകളൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് തരും. ശരിക്കും മൂന്നാറും ഇതുപോലെ പറഞ്ഞ പോലെ വയനാട്ടിലൊക്കെ നമ്മൾ പൈസ കൊടുത്താണ് ഇത് ചെയ്യാറുള്ളത്. കുറച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി കുറച്ച് പേര് ഇരുന്നപ്പോൾ തന്നെ ഇവിടെ നിറച്ച ആളുകളായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കുറച്ച് താമസിച്ചെങ്കിൽ തന്നെയും പിന്നെ ഭൂതത്താൻകെട്ടിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞ് 42 മിനിറ്റായി, 6:42. അപ്പോൾ അങ്ങോട്ട് കയറ്റുക എന്നുള്ള ഇതിലൊക്കെയാണ് പോയത്. പക്ഷേ അത്യാവശ്യം ഞങ്ങളെല്ലാവരും ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കയറ്റി. കിട്ടിയ സമയം കൊണ്ട് തന്നെ അവിടെ എല്ലാവരും കൂടി നിന്നൊരു ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഏകദേശം സന്ധ്യയായി. പക്ഷേ ഈ ഇത്രയും ഡാൻസ് കളിച്ചിട്ടും എല്ലാവർക്കും മതിയായില്ല. പിന്നെ വണ്ടിയിൽ കയറി കൂടി ഒരു ഡാൻസ് കളിച്ചിട്ടാണ് ഞങ്ങൾ നേരെ തിരിച്ച് ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ഒക്കെ ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.